ഇന്നൊരു കുക്കർ ചിക്കൻ. ഇതും മുഴുവൻ കോഴിക്ക് മസാല എല്ലാം പരക്കി കുക്കറിൽ വേവിച്ചു. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം ഒഴിഞ്ഞു വന്നു. അപ്പം നമ്മളത് മറിച്ചിട്ട് മറ്റേ ഭാഗത്തേക്ക് പൊരിയാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ഭാഗവും മറിച്ചിട്ടിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലായിടത്തും മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇത് വാങ്ങി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു ചെറിയ മസാല ആക്കണം. അപ്പോൾ ആദ്യം തന്നെ സവാള, ഇതിൽ എണ്ണയുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ വീണ്ടും എണ്ണ ഒഴിക്കണമെന്നില്ല. സവാള ഇട്ടു. നന്നായിട്ട് അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് തക്കാളി, പച്ചമുളക്, കറിവേപ്പില നന്നായിട്ട് ഇളക്കി. ഇനി ഇത് വഴറ്റിയിട്ടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കണക്കാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കണക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് നമ്മൾ മസാല എല്ലാം ഇളക്കുക. ഇനി കുറച്ച് മല്ലിയില ഇപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി എന്ന് പറഞ്ഞാൽ നമ്മളെ ചിക്കനില്ലേ, ചിക്കനെ നമുക്ക് ഇതിലേക്ക് വെക്കണം. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ കുക്കറിൽ ചിക്കൻ വെച്ച ആ ഗ്രേവി ഇല്ലേ, അതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പം ഈ ചിക്കൻ ആദ്യം നമ്മൾ മസാല വരയ്ക്കാൻ വേണ്ടിയൊരു ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, പിരിയമുളകിൻ്റെ പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചെറുനാരങ്ങയുടെ നീര്, ഒരു കുറച്ച് തൈരും, ഇതെല്ലാം കൂടി മിക്സാക്കിയ മസാലയാണ്. ഇത് പെരക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടണം. അപ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നു. ഉള്ളായി കുറച്ചും കൂടെ മല്ലിയില ഇട്ടാൽ നമ്മളെ കുക്കർ ചിക്കൻ ഇവിടെ റെഡിയായി. അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടോ? ചെയ്തവർ അല്ലെ ഇനി ചെയ്യാൻ പോകുന്നവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി, സൂപ്പറാണ്. കുക്കർ ചിക്കനും അതിൻ്റെ കൂടെ കഴിക്കാൻ നെയ്ച്ചോറും അടിപൊളി.